രാജേഷ് ചെങ്ങന്നൂരിലാണ് ബിഞ്ചു പ്രവാഞ്ചേരി ആരെ ടീച്ചർ പഠിപ്പിച്ചാണ്. ഇത് ബിന്ദു പ്രിയ എൻ്റെ ഫ്രണ്ടാ. സന്തോഷം. ടീച്ചറെ കാണാൻ പറ്റിയതൊക്കെ ഒരു ഭാഗ്യം. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വന്നത്. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാനിട്ട ഓരോ വീഡിയോസ്, ഒന്നാമത്തെ ഒരു വീഡിയോ ഞാൻ യോഗയുടെ കുറച്ച് ഭാഗം മാത്രം കാണിച്ചതാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. യോഗ നല്ലതാണെന്നും അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പഴയ ഒരു കാര്യത്തിലേക്ക് പോയതാണ്. പാള. പണ്ടൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്തരം മാലിന്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ അവസാനിപ്പിക്കുക ചെയ്യുക. നമുക്കൊരു തുണി വാങ്ങിച്ചാൽ പോലും നമുക്കൊരു ഡ്രസ്സ് വാങ്ങിയാൽ അത് കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ തുണി, ആ തുണി അത് നെയ്ത് തുണിയായി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഡ്രസ്സ് തയ്ച്ചിടും നമ്മൾ. അത് കഴിഞ്ഞാൽ ഡ്രസ്സ് കയറി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് നിലം തുടയ്ക്കാൻ ഉപയോഗിക്കും. അത് നന്നായിട്ട് കഴുകിയിട്ട് വിളക്കിൽ തിരിടാൻ ഉപയോഗിക്കും. വിളക്ക് തുടയ്ക്കാനെടുക്കും. അങ്ങനെ ഒരുപാട് അതിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. എന്ത് സാധനം ജന്മം കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവസാന നിമിഷം വരെ ഇവിടെ യൂട്ടിലൈസേഷൻ നടന്നിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കുറച്ച് നാൾ ഉപയോഗിക്കുക, അങ്ങനെ കളയുക, പിന്നെ ഉപയോഗിക്കുക, പിന്നെ കളയുക. മാത്രമല്ല കോട്ടൺ മാറിയിട്ട് വേറെ പലതരത്തിലുള്ള സിൽക്ക് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് അതിനെ ഒരു തരത്തിലും കുഴിച്ചു മൂഴിയാലും നശിച്ചു പോവില്ല. കത്തിച്ചു കഴിഞ്ഞാൽ വിഷമണമായിരിക്കും. അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ വരുത്തി തീർക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞങ്ങളിപ്രാവശ്യം കുരുമുളക് നട്ടപ്പഴി ചെറിയ തൈക്കളാണ്, അത് വലുതായി വന്നപ്പോൾ അത് കെട്ടാനായിട്ട് ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക് നൂലാണല്ലോ എല്ലാവരും ഉപയോഗിക്കണം. ഇത്ര നല്ല നൂല് അല്ലെങ്കിൽ വാഴവള്ളി നമുക്ക് കിട്ടാനുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് നൂല് കൊണ്ടുവന്ന് കെട്ടിയിട്ട് അത് ഇവിടെ തന്നെ ഭൂമിയിൽ നശിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കണില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. എങ്കിലും പറ്റുമെങ്കിൽ നമുക്കത് പ്രകൃതിയോട് ഇണങ്ങി ചെയ്തുകൂടെ? അതിന് വേണ്ടി ചെയ്താൽ ഞാൻ പാളയാണെങ്കിൽ ഇഷ്ടംപോലെ വീണുണ്ട് വളപ്പിൽ. അപ്പോൾ ആ പാള കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു. ഞാൻ നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് തന്നെ എത്രയോ എനിക്ക് മനസ്സിലായി. എനിക്കറിയാവുന്ന വീട് ഞാൻ വായിക്കാം. ആ കമൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. കാരണം എനിക്ക് അറിയാവുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ എനിക്ക് അറിയാത്തതും അങ്ങനെയുള്ള പലർക്കും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊരു പങ്കുവെപ്പ് നടക്കുകയാണ് കേട്ടോ. നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഒരു കമൻറ്റ് എഴുതിയിട്ട്, ഇതുപോലെ പാള കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ ഒരു അപേക്ഷ വെച്ചതാണ്. അപ്പോഴല്ലേ ഒരാൾ പറഞ്ഞത്, എൻ്റെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, ചാണകം കൊണ്ട് മെഴുകാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടെന്ന്. ശരിയാണ്. നമ്മുടെ ഇവിടെ സാധാരണ എല്ലാ ദിവസമൊന്നും മെഴുകില്ല. സാധാരണ ദിവസങ്ങളിലൊക്കെ തളിച്ച് ഇടുള്ളൂ. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ വീട് ഫുള്ളും മെഴുകണമെന്നുണ്ട്. നല്ല ശുദ്ധമായ അന്ന് കിട്ടുന്ന ചാണകം ഉപയോഗിച്ചിട്ട് കുറച്ച് കരിയൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ മെഴുകാനായിട്ട് നല്ല പാളാക്ക് ഉണ്ടാക്കിയിട്ടാണ് മെഴുകുക. പിന്നെ അമ്മീമലയ്ക്ക് മുളകും മല്ലിയൊക്കെ അരച്ചത് അല്ലെങ്കിൽ നാളികേരമൊക്കെ അരയ്ക്കുമ്പോൾ അത് മാടിയെടുക്കാനും കോരിയെടുക്കാനൊക്കെ പാളാക്കാണ് ഉപയോഗിക്കുക. കൈ കൊണ്ട് ആരും ഒന്നും ചെയ്യാറില്ല. പിന്നെ വേറൊരാൾ ലക്ഷ്മിക്കുട്ടി നായർ പറയാണ്, പാളയിൽ ഇരുന്ന് വലിച്ച് കളിക്കാറില്ലേ? നൊസ്റ്റാൾജിക്ക് സ്വീറ്റ് വീഡിയോ. അതായത് നമുക്കറിയാം, പാളയിൽ എല്ലാവരും വലിയ പാളയാണെങ്കിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗത്തെ ഓല മാത്രം കളയും. അതിന് ഒരു തണ്ട് മാത്രം നിർത്തിയിട്ട് ആ പാളയിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ആ അതിൻ്റെ വാലുണ്ടല്ലോ, അതിന് തണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ വലിച്ച് മുറ്റത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കുട്ടികളിങ്ങനെ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിക്കും. അവർ അത്ര ഇഷ്ടമാണ്. അപ്പോൾ പാളയിൽ ഇരുന്ന് വലിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുറേ പേര് വലിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ അത് ഭാഗ്യമില്ല, കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അവർക്ക് വേറെ സൈക്കിളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അന്ന് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല. പാളയിൽ എത്തിയിട്ട് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ലക്ഷ്മിക്കുട്ടി പറഞ്ഞത് കറക്റ്റാണ്. ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. വേറൊരാൾ കേട്ടോ, അച്ചുമോൻ വിശറി ഉണ്ടാക്കാറുണ്ടായിരുന്നു പണ്ട് വീട്ടിൽ.
ശരിയാ. ആ വിശറി വേനൽക്കാലായ ഉഷ്ണിച്ചിട്ട് കിടക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോ വിശറി ഉണ്ടാവും. ആ വിശറി കൊണ്ട് ഇങ്ങനെ കാശും കൊടുക്കണ്ട, നല്ല സ്റ്റിഫായിട്ടിരിക്കുമല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീശി രാവും പകലും നമ്മളിങ്ങനെ നമ്മുടെ ഉഷ്ണം അകറ്റാറുണ്ട് ഈ പാള വിശറി കൊണ്ട്. പ്രസന്ന ഉണ്ണികൃഷ്ണൻ പറയാണ്, പാള കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശൻ. ഓരോ സാധനങ്ങൾ അതിലാണ് ഇട്ട് വെച്ചിരുന്നത്. പല ഷേപ്പിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അമ്പലങ്ങളിലൊക്കെ കഞ്ഞി കൊടുക്കാനായിട്ട് പാള കൊണ്ടുള്ള പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പണ്ടും അത് ഇഷ്ടംപോലെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയണത്. പിന്നെ സുധാദേവിയുടെ കമൻ്റാണ് കേട്ടോ. ഉണ്ട് ടീച്ചർ വിശറി പാളത്തൊപ്പി. അല്ലേ, പാടത്തേക്ക് പോകുമ്പോൾ പാളത്തൊപ്പി തലയിൽ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ വെള്ളമൊന്നും തലയിലേക്ക് വീഴില്ല. അതിൻ്റെ പുറത്ത് ആ പാളയുടെ മുകളിൽ വെള്ളത്തിൻ്റെയൊക്കെ തെറിപ്പിച്ച് കളയാനുള്ള ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോകുക അല്ലേ. സന്നൂസ് ചാനൽ, ടീച്ചർ പഴയ ഓർമ്മകൾ വരുന്നു. ഞാൻ പണ്ട് അങ്ങനെ കുറേ അരച്ചിട്ടുണ്ട്. അമ്മീമ്മ അരച്ചിട്ടുണ്ടെന്ന് പാളാക്കൊണ്ട് അതിങ്ങനെ എടുത്തിട്ടുണ്ടെന്ന്. വെള്ളം പാള കെട്ടി തരും, അതുകൊണ്ട് വെള്ളം കോരി മതിയായിട്ടുണ്ട്. വെള്ളം ഇഷ്ടംപോലെ പാളയും കയറ് കൊണ്ട് വെള്ളം കോരി മതിയായിട്ടുണ്ടെന്ന്. കിണറ്റിൽ വെള്ളം കുറയുമ്പോൾ പാള കൊണ്ട് കോരുമ്പോൾ കലങ്ങാറില്ല. ശരിയാ. പണ്ട് വെള്ളം ഏറ്റവും അടിയിൽ പോണ സമയത്ത് പാള ഉപയോഗിക്കും. ബക്കറ്റാകുമ്പോൾ കലങ്ങും. അപ്പോൾ പാള കോട്ടിയിട്ട് വെള്ളം കോരും. ശരിയാണ്, സന്നു പറഞ്ഞ കറക്റ്റാണ്. പിന്നെ മധുരക്കിഴങ്ങ് കറി സൂപ്പർ. എന്നാൽ സൂപ്പർ തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. ശാന്തി നന്ദകുമാർ, ആളെ ഒരു ലവ് ചിഹ്നമാണ് ഇട്ടിരിക്കുന്നത്. വാസന്തി നവനീതം, ഇങ്ങനെ ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ഐശ്വര്യമാ. ഗോഡ് ബ്ലസ് യു അമ്മേ. താങ്ക് യു വാസന്തി, താങ്ക് യു. രുക്മിണി മാരാർ, ചേമ്പ് കായ കറി പുളി ചേർക്കുന്നത് കൊണ്ട് പുളിങ്കറി എന്ന് പറയാം, ഉണ്ടാക്കാറുണ്ട്. പിന്നെ മധുരക്കിഴങ്ങ് സൂപ്പർ. താങ്ക് യു രുക്മിണി. പിന്നെ മിനി വേണുഗോപാൽ, ഞങ്ങൾ ഈ കൂട്ടാന് പുളിങ്കറി എന്നാണ് പറയാമെന്ന്. ശരിയാണ്, പുളിങ്കറി എന്നും പറയാം, പുളി ഒഴിച്ച് കൂട്ടാന്ന് പറയാം, പുളിങ്കറി എന്നും പറയാം. പത്മിനി രാമചന്ദ്രൻ, പഴയ കാലം ഓർമ്മ വരുന്നു. ശരിയാട്ടോ, ഇത് എനിക്കും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ട എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ വനജ പ്രവീൺ, ഇന്നത്തെ കറി സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി. പാള കൊണ്ട് ബക്കറ്റ്, വിസറി, പ്ലേറ്റ്, പിന്നെ പാളക്കയർ എന്നുവെച്ചാൽ പാളയം കയറ് വെച്ചാൽ വെള്ളം കോരാനുള്ളത്. പിന്നെ മഴക്കാലം വരുമ്പോൾ ഓടിട്ട വീടുകളിൽ ചോർച്ച ഉള്ളിടത്ത് പാള മുറിച്ച് വയ്ക്കാം. കുട്ടികൾക്ക് ഞങ്ങളുടെ വെഹിക്കിൾ ആയിരുന്നു പാള. അപ്പം ഇത് ഞാൻ പറഞ്ഞ കുറേ സാധനം വെഹിക്കിളായിരുന്നു. പാളയിൽ ഇരുത്തി വലിക്കില്ലേ നമ്മൾ അത്. പിന്നെ ഓടിട്ട വീടിന് ചോർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ വിടവിലേക്ക് ഇങ്ങനെ പാള മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇറക്കി വെക്കും. വർഷക്കാലമാകുമ്പോൾ കുറേ പാള മുറിച്ച് ഉണക്കി എടുത്ത് വെക്കും, ചോർച്ച വരുമ്പോൾ വെക്കാനായിട്ട്. പിന്നെ ശൈലജ വേലായുധൻ, പണ്ട് കുട്ടികൾ വണ്ടിയായി പാളയുടെ മുകളിൽ കയറി ഇരുന്ന് വണ്ടിയായി വലിച്ച് കളിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ ശൈലജ, താങ്ക് യു. ദീപ വിയർ, ഹായ് ടീച്ചർ, പാള കൊണ്ട് വിസറി ഉണ്ടാക്കും. പണ്ട് കുട്ടികളെ കുളിപ്പിക്കാൻ പാള ഉപയോഗിച്ചിരുന്നു. ശരിയാ. പണ്ടത് ഈ പ്രസവിച്ച കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിലൊക്കെ കിടത്തിയിട്ടാണ് കുളിപ്പിക്കണം അല്ലേ. പണ്ട് ഈ പാളയിൽ കിടത്തിയിട്ടാണ് കുളിപ്പിക്കുക. അതിൽ കിടത്തിയാൽ ഒരു പോറൽ പോലും വരില്ല. അത്രയും നല്ല മിനുസമുള്ള സിൽക്കിഷായിട്ടുള്ളൊരു ഭാഗമാണ് പാളയുടെ ഉൾഭാഗം. നമ്മളിന്നലെ പറിച്ചപ്പോൾ കണ്ടില്ലേ, നല്ല സിൽക്കിൻ്റെ തുണി പോലത്തെ. പിന്നെ വേറൊന്ന്, പാള യൂസ്ഡ് ഫോർ ബാത്തിങ് ന്യൂ ബോൺ കിഡ്സ്. RSN രവീഷാണ് കേട്ടോ. ശരിയാണ് കേട്ടോ രവീഷൻ. പിന്നെ പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ തേക്കിൻ്റെ ഇലയിൽ ശർക്കര ഒക്കെ പൊതിഞ്ഞ് തരുമായിരുന്നു. ആൺപിള്ളേർക്ക് അതൊരു വരുമാനമായിരുന്നു. കയറി പറിച്ച് വിൽക്കും. മല്ലിക ശങ്കറാണ് പറഞ്ഞേക്കണത് കേട്ടോ. രുക്മിണി മാരാർ, പാള കൊണ്ടുള്ള ഉപയോഗങ്ങൾ വളരെയേറെയുണ്ട്. പാളത്തൊപ്പി, പണ്ട് ചിലരൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ പാളയിൽ കിടത്തി കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ പാള കോട്ടി എടുക്കാറുണ്ട്. ഏതോ അമ്പലത്തിൽ ഉത്സവത്തിന് കഞ്ഞി വിളമ്പാൻ പാള. പിന്നെ വാഴയിലയിൽ പുഴുക്ക് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഓടിട്ട വീട്ടിൽ ചോർച്ച അടയ്ക്കാൻ മഴക്കാലത്തെ പാള കഷ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇനിയും ഒരുപാട് ഉണ്ട്. ഇങ്ങനെ പാള നമ്മുടെ വീടുകളിൽ പണ്ട് ഒരു നിത്യോപയോഗ വസ്തു തന്നെയായിരുന്നു. ഇനിയുണ്ട് കേട്ടോ. ഈ പാളയുണ്ടല്ലോ, അടയ്ക്കാമരത്തിൻ്റെ ഓലയുണ്ടല്ലോ, ഓല ഇങ്ങനെ ചെറുത് വെട്ടിയെടുത്തിട്ട് കറക്റ്റ് നീളത്തിലാക്കി വെച്ചിട്ട് അതിന് കെട്ടിയിട്ട് ആ റോള് പോലെ കെട്ടിയിട്ട് ഈ പാള കൊണ്ട് ഇങ്ങനെ പൊതിയും. പൊതിഞ്ഞിട്ട് കെട്ടി വയ്ക്കും. രണ്ടറ്റം കെട്ടിയാൽ തലയണയായിട്ട് ഉപയോഗിക്കാം. പാളയെക്കുറിച്ചുള്ള ആ ഒരു വിഷയം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്ര മോശക്കാരനൊന്നുമല്ല പാളാന്ന് മനസ്സിലായില്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ അതുപോലെ പല അമ്പലങ്ങളിലും ഊണ് കഴിക്കാനായിട്ട് നമ്മൾ വിശേഷ ദിവസങ്ങളിൽ, ഏകാദശി തുടങ്ങിയിട്ടുള്ള വിശേഷ ദിവസങ്ങളിൽ പാളയിലാണ് കഞ്ഞി കൊടുക്കുക. എന്ന് വെച്ചാൽ അത് കളയും ചെയ്യാമല്ലോ. കളഞ്ഞാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കളയുകയാണെങ്കിൽ പ്രകൃതിക്ക് ദോഷമാണ്. പാള കളഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ പശുവിന് കൊടുക്കാൻ, പശു അതുപോലെ മൂലുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് പാള നല്ലൊരു ആഹാരമാണ്. നേരെ വെളിച്ചാകുമ്പോൾ തന്നെ ആൾക്കാർ, പശുവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മൂലുകളൊക്കെ ഉള്ള ആൾക്കാർ പറമ്പുകളിൽ പോയിട്ട് പാളൊക്കെ മുറിച്ച് കൊണ്ടുവരും. എന്നിട്ട് അത് കീറി കഷ്ണങ്ങളാക്കിയിട്ട് ഇവർക്ക് തിന്നാൻ കൊടുക്കും. പിന്നെ അധികം ഉണ്ടെങ്കിൽ ഒരു ഉണക്കിയെടുത്ത് വയ്ക്കും. അപ്പോൾ ഇല്ലാത്ത സമയത്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പാള കൊണ്ട് എന്തൊക്കെ ഉപയോഗമായിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും എല്ലാത്തിനും പ്ലാസ്റ്റിക്കായി. ആ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് ഭൂമി മുഴുവനും ദോഷമായി. ഇപ്പം പാളില്ലാണ്ടൊന്നും അല്ല കേട്ടോ. ആരും ചെയ്യില്ല, മടിയന്മാരായി, പ്രത്യേകിച്ചും കേരളീയർ. അതിനെനിക്ക് വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ദിവസം ഞാനിട്ട വീഡിയോ യോഗയെക്കുറിച്ച് ഇട്ടതാണ് കേട്ടോ. അത് ഞാൻ വായിക്കാം. അതിൻ്റെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നോക്കൂ, പത്മിനി രാമചന്ദ്രൻ: ഞാൻ ദിവസവും ഈ പറഞ്ഞ ക്ലാസ്സിൽ കയറാറുണ്ട്. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. യോഗ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം മുഴുവനും നല്ല ഉഷാറായിരിക്കും. അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. ഞാനും അത് അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ താങ്ക് യു പത്മിനി. രാധാമണി: ഞാൻ ആദ്യമായി കാണുകയാണ്. വളരെ നല്ല ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ 2 വാക്ക് പറഞ്ഞേ ഉള്ളൂ കേട്ടോ രാധാമണി. താങ്ക് യു. രാജൻ കെ: ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ടീച്ചറിൻ്റെ ക്ലാസ് കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്ലാസ്. നന്ദിയുണ്ട് ടീച്ചർ. ഇനിയും ഓരോ ക്ലാസ്സിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഇന്നലെ എനിക്ക് രാവിലെ കിട്ടിയ യോഗയുടെ കുറച്ച് ഭാഗമായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത് കേട്ടോ. അത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മയോഗ എന്ന് വെച്ചാൽ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മയോഗ എന്ന് പേരിട്ടിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇന്നലെ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേറെ ലാലു ജോൺ: താങ്ക് യു ടീച്ചർ. ഓക്കെ, വെൽക്കം ലാലു. വിധു ബാലൻ: ജയശ്രീ, അവിടെ ആരോ വന്നിട്ടുണ്ട്. അവിടെ കോളിംഗ് ബെല്ല് അടിച്ചു കേട്ടോ. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞാൻ ജയശ്രീയോട് പറഞ്ഞു, ജയശ്രീ നോക്കുമോ അത് ആരാന്ന് വന്നേ. അപ്പോൾ ജയശ്രീ നോക്കിയപ്പോൾ ഒന്ന് നമ്മുടെ ബിന്ദുപ്രിയനായിരുന്നു, ഞങ്ങളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ബിന്ദുപ്രിയൻ. പിന്നെ 2 പേര് വേറെ ഉണ്ടായിരുന്നു. രാജേട്ടനെ കാണാൻ വന്നതാണ് അവർ. എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ ബിന്ദു എൻ്റെ അടുത്ത് വന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു, അങ്ങോട്ട് പോയി. അപ്പം വന്ന 2 ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയായിരുന്നു കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ടീച്ചറെ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, യൂട്യൂബ് ടീച്ചർ നന്ദി ടീച്ചറാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം എന്നെ കാണാൻ വന്നു കേട്ടോ. അവർ 2 പേരും ചെങ്ങാലൂക്കാരാണ്, 2 ആൾ. ഒരാൾ മറവാഞ്ചേരിയിൽ, ഒരാൾ ചെങ്ങാലൂർ 2-ാങ്കലിൽ വീടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരാളെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിശയം തോന്നി, എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല കേട്ടോ. അപ്പോൾ 2 പേരെയും കണ്ടു. ഒരാൾ ബിജു ആണ്, മറവാഞ്ചേരിക്കാരൻ. ഒരാൾ ചെങ്ങാലൂക്കാരൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ സന്തോഷമായി, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അവരങ്ങോട്ട് പോയി കേട്ടോ. വീഡിയോ അല്ലേ? ഇതിപ്പോ വീഡിയോ ആണ്. ഇയാൾ രാജേഷ് കേട്ടോ, ചെങ്ങാലൂരിലാണ്, രണ്ടാങ്കല്ലില്. ബിജു മറവാഞ്ചേരി. ആരാ ടീച്ചർ പഠിപ്പിച്ചാണ്? ഇത് ബിന്ദുപ്രിയൻ. അതറിയാലോ, എൻ്റെ ഫ്രണ്ടാ. സന്തോഷം. ടീച്ചർ കാണാൻ പറ്റിയതൊക്കെ ഒരു ഭാഗ്യം. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ കടന്നോ പറയാം, മാഷിലേക്ക് ഒന്ന് കണ്ടിട്ട് വന്നായിരുന്നു നമ്മൾ ഇറങ്ങല്ലേ. അപ്പൊ ടീച്ചറെ പേര് പറഞ്ഞപ്പോ പോലെ ആ പേര് പറയണതിന് മുമ്പ് ആൾക്ക് മനസ്സിലായി. ശരിയാണ്. വിധു ബാല ബി എന്നാണ് കേട്ടോ.
ചേച്ചിയുടെ ക്ലാസ് ഇഷ്ടമായി, ഞാൻ ചിരിക്കാറുണ്ടെന്ന്. നല്ലതാട്ടോ, ചിരിച്ചോളൂ, എപ്പോഴും ചിരിക്കണം, കരയാൻ പാടില്ല. സുധൻ കെ, നന്നായിട്ടുണ്ട് ചേച്ചിയുടെ ക്ലാസ്, സൂപ്പർ. താങ്ക് യു സുധൻ, താങ്ക് യു. പിന്നെ ജയന്തി നായർ, നാരായണീയ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു, എന്നും നോക്കും, എത്രയും വേഗം പ്രതീക്ഷിക്കുന്നു. കണ്ടത് ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്ര കേട്ടാലും മതിയാവില്ല ടീച്ചറുടെ നാരായണീയ ക്ലാസ്. താങ്ക് യു ജയന്തി, താങ്ക് യു. ഞാൻ നാരായണീയ ക്ലാസ് ഇടുന്നുണ്ട്. അത് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണം. വേറെ ഒരു ചാനലിലാണല്ലോ ഇടുന്നത്, ഡിവോഷണൽ എന്ന് പറഞ്ഞ ചാനലിലാണ് ഇടുന്നത്. നമ്മുടെ ഈ ചാനലിൽ ഞാൻ വേണ്ടി അപൂർവം ഇടുന്നുള്ളൂ കേട്ടോ, അതാണ് കൂടുതൽ ഇടുന്നത്. അവിടെ നോക്കിക്കോളൂ, കിട്ടൂട്ടോ, ഞാൻ വൈകിക്കില്ല, വേഗം ഇട്ടുതരാം കേട്ടോ. ശോഭന മോഹൻ, വീഡിയോ ഇഷ്ടമായി കേട്ടോ ഒരുപാട്. താങ്ക് യു ശോഭന, താങ്ക് യു. ജയന്തി നായർ, ഒരുപാട് ഇഷ്ടമായി ടീച്ചറെ. താങ്ക് യു ജയന്തി, താങ്ക് യു. സീതാലക്ഷ്മി, സൂപ്പർ, നല്ല ക്ലാസ്, നന്ദി. താങ്ക് യു സീതാലക്ഷ്മി, താങ്ക് യു. ഉഷ മേനോൻ, ജയ് ഗുരുദേവ്, ജയ് ഗുരുദേവ്. ഉഷ, ജയ് ഗുരുദേവ്. ലിൻസ ടി ബി, സൂപ്പർ, നല്ല ക്ലാസ്, നന്ദി. താങ്ക് യു ലിൻസ. രാജേശ്വരി കെ കെ, സൂപ്പർ, താങ്ക് യു രാജേശ്വരി. ഷൈനി മാത്യു, നന്ദിനി ചേച്ചി സൂപ്പർ, താങ്ക് യു. ജയാസ് വെറൈറ്റീസ് വ്ളോഗ്, ഞാനും ചെയ്യും, എനിക്ക് ടെൻഷനില്ല, സൂപ്പർ വീഡിയോ. താങ്ക് യു ജയ, താങ്ക് യു. രാജശേഖരൻ തെക്കോട്ട്, വെരി ഗുഡ്, താങ്ക് യു. ബീന ജയരാജ്, നല്ല ക്ലാസ് ടീച്ചറെ, സന്തോഷം. താങ്ക് യു ബീന, താങ്ക് യു. നിങ്ങളത് കണ്ടുല്ലോ, എന്നിട്ട് ഒരു വാക്കെങ്കിലും ഇങ്ങനെ സന്തോഷമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ആൾ ലീന ബാബു മാം, താങ്ക് യു ലീന. രേവതി, ഹായ് നന്ദിനി ടീച്ചർ, ഹായ് രേവതി. വീണ്ടും രേവതി, എന്നും യോഗ ക്ലാസ്സിൽ പോകുന്നുണ്ട് ടീച്ചർ, കാലിൻ്റെ വയ്യായ ഒക്കെ മാറിയോ ടീച്ചറെ? മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ യോഗ ക്ലാസ്സിൽ പോയിക്കോളൂ, നല്ലത് തന്നെയാണ് കേട്ടോ. രേവതി പോയിക്കോളൂ കേട്ടോ. പിന്നെ RSN രവീഷാണ്, സൂപ്പർ ടീച്ചർ, താങ്ക് യു, വെൽക്കം രവീഷ്. അംബിക കുപ്പടക്കത്ത്, ചേച്ചി യോഗ നല്ലതാണ്, പക്ഷേ കാലത്ത് വീട്ടിൽ എപ്പോഴാ വിളക്ക് വെച്ച് പൂജ ചെയ്യുക? പിന്നെ സമയം കിട്ടാറുണ്ടോ ചേച്ചി? എനിക്ക് രണ്ടും ചെയ്യാൻ സമയം കിട്ടാറില്ല, ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചിന്ന്. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അംബികേ. കാരണം വെച്ചാൽ യോഗ ചെയ്യും വേണം, പൂജ ചെയ്യും വേണം എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, പൂജ നമുക്ക് വെളിച്ചായിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ യോഗ തുടങ്ങുന്നേക്കാൾ മുമ്പ് ചെയ്യുക. അപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റാൽ മതിയല്ലോ. യോഗ എന്തായാലും കളയണ്ട, പൂജയും കളയണ്ട, സമയം ഉണ്ടാക്കി ചെയ്യൂ കേട്ടോ. വത്സല കുമാരി, സൂപ്പർ ടീച്ചർ, താങ്ക് യു വത്സല. വനജ പ്രവീൺ, സൂപ്പർ ചേച്ചി ഇന്നത്തെ വീഡിയോ, താങ്ക് യു വനജ, താങ്ക് യു വനജ. മിനി പ്രകാശൻ, ചേച്ചി എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം, സാധിക്കുമോ? സാധിക്കുമല്ലോ, വിളിച്ചോളൂ കേട്ടോ. ആതിര സന്തോഷ്, സൂപ്പർ ടീച്ചർ, ഇതാണ് ടീച്ചറിൻ്റെ ബ്യൂട്ടി ക്രെഡിറ്റ് അല്ലേ? അതെ കേട്ടോ, അതെ, നിങ്ങളും ചെയ്തോളൂ, അപ്പോൾ നല്ല ബ്യൂട്ടി ഉണ്ടാവും കേട്ടോ. അനിത പ്രസന്നൻ, ടീച്ചർ സാരി ഉടുക്കുന്നതാണ് എനിക്കിഷ്ടം. സാരി ഉടുക്കാം കേട്ടോ, ഞാൻ കുറച്ച് ദിവസം കഴിയട്ടെ, ഇപ്പം അങ്ങോട്ട് സാരി ഉടുക്കാറാവണുള്ളൂ, എനിക്കത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. ശ്രീല ജാനു, ടീച്ചർ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? കേട്ടോ, ഞാൻ കുറേ നാളായി കേട്ടോ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സ് ചെയ്തിട്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ട് ഓഫ് ലിവിങ് കോഴ്സ് എന്ന് പറഞ്ഞത് ശ്രീ രവിശങ്കർ എന്ന ഒരു ആളുടെയാണ്. ശ്രീ രവിശങ്കർ വളരെ പ്രസിദ്ധനായിട്ടുള്ള, ലോക പ്രസിദ്ധനായിട്ടുള്ള ആൾ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് അതിൻ്റെ മുനി പതഞ്ജലി മഹർഷിയാണ്. ആ പതഞ്ജലി മഹർഷി ആവിഷ്കരിച്ച യോഗയെ പല ആൾക്കാരും അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് എന്ന പേരിൽ ശ്രീ രവിശങ്കർ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്.
അതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഒരാൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. വളരെ വളരെ നല്ലതാണ് കേട്ടോ അത്. നമ്മുടെ മൈൻഡൊക്കെ വളരെ ശാന്തമാവാനായിട്ട് സുദർശന ക്രിയയും അതുപോലെ സ്പെഷ്യൽ മെഡിറ്റേഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. അത് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഹാപ്പിനെസ് കോഴ്സ് ചേരണം. ഏറ്റവും ആദ്യത്തെ കോഴ്സ് ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് കോഴ്സ് എന്നാണ് പറയുക, ബേസിക് കോഴ്സ് എന്നും പറയും അതിന്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫീസ് ഉണ്ട്, ഒരു നിശ്ചിതമായ ഒരു ഫീസാണ്. അതിപ്പോൾ കാലം അനുസരിച്ചിട്ട് ഫീസ് മാറ്റം വരും. ഇപ്പം ഞാനൊക്കെ ചെയ്യുമ്പോൾ 1000 രൂപ തികച്ചുണ്ടായിരുന്നില്ല. പിന്നെ അതിപ്പോൾ 1000-ന് മുകളിലായിട്ടുണ്ട്. ഇപ്പം എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ആ കോഴ്സ് എന്നൊന്നും ഉണ്ടാവില്ല. അവർ ഓരോ സെൻറ്ററുകളിൽ കോഴ്സ് നടത്താനായിട്ട് തീരുമാനിക്കും. അപ്പോൾ ആ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേരാം. ഈ ഫീസ് കൊടുത്തിട്ട് സെൻറ്ററിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ 6 ദിവസത്തെ കോഴ്സായിരിക്കും. അല്ല ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 4 ദിവസത്തെയോ 5 ദിവസത്തെയോ കോഴ്സായിരിക്കും അത്. അപ്പോൾ ഓൺലൈനിലാകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ എത്തണം. ഓൺലൈനിലാകുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ, അങ്ങനെ സൗകര്യമുണ്ട്. പക്ഷെ ഞാനൊക്കെ സെൻറ്ററിൽ പോയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ എവിടെ ഈ കോഴ്സ് നടന്നാലും ഹാപ്പിനെസ് കോഴ്സ് നടന്നാലും നമുക്കതിൽ കയറാം ഫ്രീ ആയിട്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഫീസ് കൊടുക്കേണ്ടതുള്ളൂ. അതിന് അവർക്ക് അവിടെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം പല ക്ലാസ്സുകളിൽ ഞാൻ കയറിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഞാൻ ചെയ്യണത് ഈ അധ്യാപകർ തന്നെ രാവിലെ നടത്തുന്ന സാധനയാണ്. സാധനയിൽ ഞാൻ കയറുന്നത് രാവിലെ ഒരു 5:20 കയറിയാൽ ഏകദേശം ഒരു 6:30 6:45 വരെ ഉണ്ടായിരിക്കും. അതിലാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇപ്പോൾ എനിക്ക് ഫ്രീ ആണല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് രാജേട്ടനും കൂടിയിട്ട് 6:30 തൊട്ട് 7:30 വരെ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിന്നെ ഗ്രൂപ്പിൽ കയറാൻ പറ്റില്ല എന്ന് മാത്രം. അടുത്തത്, എന്നും വളരെ ലളിതമായി എന്നാൽ മൊത്തത്തിൽ ഗുണം ലഭിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന യോഗ കാണിക്കാമോ എന്ന്. അയ്യോ, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് യോഗയുടെ പലതും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷ്മയോഗ എന്ന് പേരായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഭസ്ത്രികയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ നാഡീശോധന പ്രാണായാമത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഭ്രമരി പ്രാണായാമത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കപാൽഭാതിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം ഇട്ട് തരാം, സൂക്ഷ്മയോഗയുടെ ഇതിലിട്ട് തരാം കേട്ടോ, കണ്ടാൽ മതി. പഴയ വീഡിയോ ആണ്. അടുത്തത് സുശീല ആരപ്പെട്ട, സൂപ്പർ, താങ്ക് യു സുശീല, താങ്ക് യു. ലക്ഷ്മി മേനോൻ, നൈസ് വ്ളോഗ് ടീച്ചർ, താങ്ക് യു. ലക്ഷ്മി ഒരു ചോദിച്ചിരുന്നു കേട്ടോ, യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഞാനത് അന്ന് ഞാൻ മകൻ്റെ നമ്പർ തന്നിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ യോഗ ക്ലാസ്സിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ രാവിലെ എന്നും സാധന ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൊരു പുതിയ ഹാപ്പിനെസ് കോഴ്സ് തുടങ്ങാം. അത് മിക്കവാറും ഒരു മാർച്ച് ഏപ്രിലായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണത്. അപ്പോൾ ഇതുവരെയും യോഗ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ഹാപ്പിനെസ് കോഴ്സിലേക്ക് വിളിച്ചോളോ. നിങ്ങൾക്ക് പരിചയം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളോ. ആദ്യത്തെ കോഴ്സാകുമ്പോൾ മാത്രം അവർക്ക് ഫീസ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളാരും ഇപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളാരും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് കയറണവർ ഫീസ് കൊടുക്കണം. അപ്പോൾ ഒരു ഹാപ്പിനെസ് കോഴ്സ് മാർച്ചിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ലക്ഷ്മിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ. മിക്കവാറും മാർച്ച് മാസത്തിൽ നിന്നാണ് പറഞ്ഞത്. സമയം ഇവിടുത്തെ രാത്രി 7 തൊട്ട് 9 വരെ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കോളൂ. പിന്നെ വേണുഗോപാൽ കെ, ജയ് ഗുരുദേവ്. വനജ സുധാകരൻ, ഹായ് ടീച്ചറെ, ഹായ് വനജ. വിജയലക്ഷ്മി തുളസീധരൻ, വെരി നൈസ് വീഡിയോ ടീച്ചർ, താങ്ക് യു വിജയലക്ഷ്മി. പ്യാരി ജെറാൾഡ്, ടീച്ചർ എനിക്ക് യോഗ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏതാണ് ക്ലാസ് എന്ന് പറഞ്ഞു തരുമോ? ആദ്യമായിട്ട് എങ്ങനെയാണ് തുടങ്ങുക? തുടക്കക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി അറിയിക്കുമോ പ്ലീസ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തന്നെ. അതായത് പ്യാരി, ഞാൻ ചെയ്യുന്നത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സിന് ഇങ്ങനെയാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോഴ്സ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഹാപ്പിനെസ് കോഴ്സ് എന്ന്. അതിനൊരു ഫീസ് ഉണ്ട്, എത്രയാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. ചിലപ്പോൾ 1000 സംതിങ് വരും എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അത് കാലാനുസരിച്ചിട്ട് പൈസയ്ക്ക് മാറ്റം വരുമല്ലോ. അത്
ഓൺലൈനിലും ചെയ്യാം, സെൻറ്ററിൽ പോയിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ പോകുന്ന ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ പറഞ്ഞത്, അവരൊക്കെ ടീച്ചേഴ്സൊക്കെയാണ് ഏതാനും പേര് അതിലുള്ളത്, പിന്നെ യോഗ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് തീരുമാനിച്ചേക്കണത് മാർച്ച് മാസത്തിലായിട്ട് നമുക്ക്, മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ, മിക്കവാറും മാർച്ച് മാസത്തിൽ ഉണ്ടാവാമെന്നാണ് പറഞ്ഞത്, ഒരു ഹാപ്പിനെസ് കോഴ്സ് വയ്ക്കാം. അപ്പോൾ ഇതുവരെയും ചെയ്യാത്ത ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവരെ ചേർക്കാം. അവർ ഫീസ് കൊടുത്തിട്ട് അവർ ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഈ ഹാപ്പിനെസ് കോഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ യോഗയുടെ സാധനയിൽ പങ്കെടുക്കാൻ സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഞാൻ അറിയിക്കാം. സുന്ദരി വ്ളോഗ്സ്, ഏത് യോഗ ക്ലാസ്സിലാണ് മാം ചേർന്നിട്ടുള്ളത് പറയാമോ? ഞാൻ ചേർന്നിട്ടുള്ളത് ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് എന്ന യോഗ ക്ലാസ്സിലാണ് കേട്ടോ. സുനിത ഹരി ഒരു തമ്പ് ഇംപ്രഷനാണ്. താങ്ക് യു സുനിത. പിന്നെ ജിജി ഷാജു, ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്, താങ്ക് യു. നല്ല അറിവുകൾ പറഞ്ഞു തന്നു. ഹേമ രാജൻ, താങ്ക് യു ഹേമ. ഗീത ബാലകൃഷ്ണൻ, സൂപ്പർ വീഡിയോ, വെരി നൈസ്, താങ്ക് യു ഗീത. മായ ശാലു ഒരു ചിഹ്നാണ്, താങ്ക് യു. ദീപ വിയർ, ഹായ് ടീച്ചർ ഒരു സർവകലാവല്ലഭ തന്നെ. അല്ല കേട്ടോ, അത്രയൊന്നുമില്ല. താങ്ക് യു ദീപ. ഭാഗ്യലക്ഷ്മി ഒരു തമ്പ് ഇംപ്രഷനാണ്, താങ്ക് യു ഭാഗ്യലക്ഷ്മി. സജിത ഉണ്ണികൃഷ്ണൻ, സൂപ്പർ വീഡിയോ, താങ്ക് യു സാജിത. ലക്ഷ്മിക്കുട്ടി നായർ, ഇതാണ്, താങ്ക് യു ലക്ഷ്മിക്കുട്ടി. ശാന്തി AK, താങ്ക് യു ശാന്തി. ദീപിക ചന്ദ്രൻ, ഏത് യോഗ ക്ലാസ് ആണ്, ഫീസ് എത്രയാണ്? യോഗ ക്ലാസ് ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആണ്. അതിൻ്റെ ഫീസ് എത്രയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. പിന്നെ ശാന്തി നന്ദകുമാർ, ലവ് ചിഹ്നാണ്, താങ്ക് യു. രാമകൃഷ്ണൻ KV, തമ്പ് പ്രശ്നമാണ്, താങ്ക് യു സർ. ലേഖ സാജു, ടീച്ചറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിന് വളരെ പോസിറ്റീവ് എനർജി തോന്നിച്ചു. ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു ലേഖ, താങ്ക് യു ലേഖ. നളിനി രാധാകൃഷ്ണൻ ഒരു ലവ് ചിഹ്നാണ്, താങ്ക് യു നളിനി. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ലവ് ചിഹ്നാണ്, താങ്ക് യു പ്രസന്ന. അനിത രാജീവ്, ഗ്രൂപ്പിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? ചോദിക്കട്ടെ കേട്ടോ, ഞാൻ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു യോഗ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തങ്കമണി M, ജയ് ഗുരുദേവ്. രജനി രാജേഷ്, താങ്ക് യു, ലവ് ചിഹ്നാണ്, താങ്ക് യു രജനി. അംബിക കുമാരി, ലവ് ചിഹ്നമുണ്ട്, തമ്പ് പ്രശ്നമുണ്ട്, താങ്ക് യു അംബിക. അപ്പോൾ ഇത്രയും 2 വീഡിയോൻ്റെ കമൻറ്റിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് കൂടാതെ വേറെയും പഴയ വീഡിയോസിൻ്റെ കമൻസൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഫോൺ നോക്കിയിട്ടല്ല ഞാൻ കമൻറ്റ് പറയണ, ചേട്ടൻ്റെ ഫോൺ നോക്കിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫോൺ നോക്കിയാലാണ് അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പഴയതിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഈ നല്ല കമൻറ്റുകൾക്കും ഒക്കെ ഞാൻ നന്ദി പറയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ യോഗ ചെയ്യണം നല്ലത് തന്നെയാണ്. അതുപോലെ നമ്മൾ പ്രകൃതിയിലേക്ക് വന്ന് നല്ല നല്ല സാധനങ്ങൾ, പഴയ സാധനമായാലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് നല്ലതാണ്. നല്ല ശുദ്ധവായു കിട്ടും നമുക്ക്, നല്ല ശുദ്ധജലം കിട്ടും നമുക്ക്, നല്ല സുന്ദരമായ അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഈ പ്രകൃതിയിൽ നിന്ന്. അതെനിക്ക് പ്രത്യേകം പറയാനുള്ളത്.